നാൾ തിരുമേനി സന്ധ്യയ്ക്ക് പരിചൊടുതൻ പ്രാർത്ഥനകൾ നിറവേറ്റിട്ട് അഴിയിൻ പുരമുറ്റത്ത് നടന്നിടുമ്പോൾ മുൻപിൽ അതിരിൽ ഒരു രൂപം കണ്ടത്ഭുതമാർന്നു. ആരാണെന്നവിടുന്നങ്ങാരാഞ്ഞതിനുത്തരമായി ആ രൂപം ഞാൻ നിന്റെ പിതാവെന്നലറി. മറുപടിയും മാരകമാം രൂപമറ്റും ബോധ്യമതാൽ മറ്റാരുമല്ലെന്നങ്ങനുമാനിച്ചു. സാത്താനെ ജയിച്ചോ നാം തൻ താതനിൽ മിഴിനട്ട് സാഷ്ടാംഗം കുരിശു വരച്ചർപ്പിച്ചപ്പോൾ ഇടിവെട്ടും ശബ്ദത്തോടാകൽ കറുസാത്താനും ഇരുളിൻ മറവിൽ കൂടി കലറിപ്പാഞ്ഞു. സത്യേക ദൈവത്തിൻ വത്സലനാം തിരുമേനിയെ സാത്താൻ പരീക്ഷിച്ചു പരാജിതനായി. ആരിടവും വാനിടവും അഴിയും വരെ നിലനിൽക്കും പാവനനാം തിരുമേനി തവ ചരിതങ്ങൾ. തിരുമേനിയുടെ ചിത്രം സ്റ്റേറ്റ് മാനുവലിൽ ചേർക്കാൻ തിരുവനന്തപുരം ദീവാൻ ഉത്തരവായി. ഉത്തരവു ലഭിച്ചതിനാൽ ഛായാഗ്രഹണത്തിനായി ഉടനെ ഡിക്രൂസെന്ന സായിപ്പെത്തി. പ്രാർത്ഥന തീരും വരെയും കാത്തങ്ങിയിരുന്നിട്ടും ഛായാഗ്രഹണത്തിനു വെളിച്ചം പോരാ. അവസരമേറെ പാഴായി ദിവസം 3 കഴിഞ്ഞു. അവസാനം തിരുമേനി വിവരമറിഞ്ഞു. തൻ രൂപം ഛായാഗ്രഹണം ചെയ്തിടുവാൻ തിരുമേനി വന്നതോ നട്ടുച്ചയ്ക്ക്. പറ്റിയതല്ലീ സമയം ചിത്രം മിഴിവാകൂല. തേറ്റമൊടാ സായിപ്പ് മൊഴിഞ്ഞതു നേരം. കത്തിജ്വലിക്കുന്ന സൂര്യഗോളത്തിന്റെ ശക്തിക്കൊരൽപ്പം ശമനം കിട്ടാനായി കുരിശേന്തും കരമുയരെ നീട്ടി താൻ പ്രാർത്ഥിച്ചു. കാർമേഘം പകലോനൊരു മറവായി നിന്നു. കായൽ തിരമാലകളും കാറ്റും പേമാരിയെയും കർത്താവിൻ നാമത്തിൽ വരുതിയിലാക്കി. കഠിനമതാം വ്യാധികളും പൈശാചിക ബാധകളും കർശനമായി ശാസിച്ചവൻ അത്ഭുതവാനായി. കർത്താവിൻ കല്ലറയും മറുരൂപത്തിൻ മലയും കാൽവരിയും മർക്കോസിൻ മാളിക മുറിയും യോർദാൻ നദി ബേത്തലഹേം ഗെത്സെമനി എന്നുള്ളവയോരോന്നും നേരിൽ കണ്ടീശനെ വാഴ്ത്തി. അവിടുത്തെ ശാസന കേട്ടനുസരണം കാട്ടാത്തോർ അവശതയോടവിടുത്തെ സവിധേയെത്തും.